ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ 2-3 ദിവസത്തെ അടിപൊളി ഗോവ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇന്ന് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? നമ്മൾ എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ഭയങ്കര സങ്കടമാണ്. 2-3 ദിവസം അതിൻ്റെ ആ ഹാങ് ഓവർ ഇങ്ങനെ ഉണ്ടാവും. ഞങ്ങൾക്കും അതുപോലെ തന്നെയായിരുന്നു. ഒരു അടിപൊളി വെക്കേഷനായിരുന്നു. ഗോവയിൽ ഒരുപാട് കാണാനുണ്ട്. നല്ല നല്ല ചേർച്ചസ് ഉണ്ട്, പഴയ ചേർച്ചസ്. അതുപോലെ തന്നെ ഷോപ്പിംഗ് ഏരിയാസ് ഉണ്ട്, ഫ്ലീ മാർക്കറ്റ്സ് ഉണ്ട്. ഇത്തവണ എനിക്ക് ഫ്ലീ മാർക്കറ്റിൽ പോകാൻ വേണ്ടി പറ്റിയില്ല. അവിടെ തൊട്ടടുത്ത് തന്നെ അഞ്ജൂന ഫ്ലീ മാർക്കറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത് ഓപ്പൺ ആയിരുന്നില്ല. ഫേമസ് ആയിട്ടുള്ള മങ്കീഷി ടെമ്പിൾ, പിന്നെ അതുപോലെ തന്നെ ബീച്ചസ് ആൻഡ് സീ ഫുഡ്, ഇതൊക്കെയാണ് ഗോവയിലത്തെ ഹൈലൈറ്റ്സ്. അപ്പം നമ്മൾ മെയിനായിട്ട് ബീച്ചസ് ആൻഡ് സീ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടായിരുന്നു പോയത്. നമ്മൾ മാംഗ്ലൂരിൽ നിന്ന് ഗോവയിലേക്ക് പോകുന്നതിന് തൊട്ടിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ ഷോർട്സും ലോങ് വീഡിയോസുമായിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലിൻ്റെ പേര് ഫുഡ് സ്റ്റെപ്സ് ആൻഡ് ഫ്ലേവേഴ്സ് ബൈ സ്മിത എന്നാണ്. മെയിൻലി ഫുഡ് ആൻഡ് ട്രാവൽ റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് കയറി കാണണം, എല്ലാ വീഡിയോസും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഡേ ടൈമിലാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇങ്ങോട്ടേക്ക് വന്നപ്പം രാത്രിയായിരുന്നു ട്രാവൽ ചെയ്തത്. അങ്ങനെ ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അടിപൊളി റോഡാണ്. തിരിച്ചു പോകുമ്പം ഡേ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്നൊരു സൺഡേയും കൂടിയാണ്. അങ്ങനെ രാവിലെ തന്നെ ഒരു കോഫിയൊക്കെ കുടിച്ച് തിരിച്ചു പോകാനായിട്ട് നമ്മൾ പെട്ടി പാക്ക് ചെയ്തു. നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൽ റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നിർത്തി. നമുക്ക് കാർ യാത്ര ബോറടിക്കാറേ ഇല്ല. ഭയങ്കര ഇഷ്ടമാണ് റോഡ് ട്രിപ്സ്. പിന്നെയും എനിക്ക് ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന ഒട്ടും ഇഷ്ടമില്ല. ഭയങ്കരമായിട്ട് എനിക്ക് ബോറാവും. ട്രെയിനിലൊട്ടും സമയം പോകാത്ത മാതിരി തോന്നും. സ്പെഷ്യലി ഡേ ടൈമിലൊക്കെ ട്രാവൽ ചെയ്യുമ്പം ഭയങ്കര ബോറിംഗ് ആണ്. പക്ഷേ കാറിൽ യാത്ര ചെയ്യുന്ന അങ്ങനെയല്ല. ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ നിർത്തി ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പോവാം. നമുക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. പിന്നെ കുറേ പ്ലേസസൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഗൂഗിൾ മാപ്പിൽ പോകുമ്പം നമ്മൾ ഇതുവരെ കാണാത്ത പ്ലേസിലേക്കൊക്കെയാണ് ഗൂഗിൾ നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് കാർ യാത്ര തന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്കിഷ്ടം. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ നിർത്തി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അവിടെ ഓംലെറ്റും പൂരിയുമാണ് അവൈലബിൾ ആയിരുന്നത്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് ഓർഡർ ചെയ്തു. കുറച്ച് ലേറ്റായിട്ടാണ് അവർ സെർവ് ചെയ്തത്, പക്ഷേ ഫുഡ് കൊള്ളായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. യാത്രയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ ഓടി വരുന്ന ഒരു റോഡ് ട്രിപ്പ് ഉണ്ട്. നമ്മൾ കൊല്ലം ടു രാമേശ്വരം പോയ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. ഞാനും ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും, നമ്മൾ 4 പേരുമാണ് പോയത്. നമ്മൾ മധുരൈ പോയി, മധുരൈ മീനാക്ഷി ടെമ്പിൾ കണ്ടു. അത് കഴിഞ്ഞ് രാമേശ്വരം പോയി. ധനുഷ്കോടിയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടായിരുന്നു നമ്മൾ വന്നത്. അതൊരു അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ അത് മെയിനായിട്ട് എനിക്ക് ഓർമ്മിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഗൂഗിൾ മാപ്പ് നമ്മൾ ഒരു ഐസൊലേറ്റഡ് ഏരിയയിൽ കൂടെയായിരുന്നു കൊണ്ടുപോയത്. അതും കുറേ ഡിസ്റ്റൻസ് ഒരു തമിഴ്നാടിൻ്റെ അകത്തുള്ള ഒരു വില്ലേജിൽ കൂടെയായിരുന്നു നമ്മൾ പോയത്. ആർക്കും നമ്മൾ പറയുന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ലാംഗ്വേജ് ആണെങ്കിലും തമിഴായിരുന്നു അവർ സംസാരിക്കുന്നത്. പക്ഷേ ഒരു ഓൾഡ് സ്റ്റൈലിലുള്ള ഒരു തമിഴായിരുന്നു. നമുക്കും അത് മനസ്സിലാവില്ല, നമ്മൾ പറഞ്ഞാൽ അവർക്കും ഒന്നും മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു യാത്രയായിരുന്നു. ഒരുപാട് ഡിസ്റ്റൻസ് വാഷ്റൂമോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സോ ഫ്യൂവൽ സ്റ്റേഷനോ ഒന്നുമില്ല. പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജായിരുന്നു. അപ്പോൾ എനിക്കും അമ്മക്കും അർജൻറ്റായിട്ട് വാഷ്റൂം യൂസ് ചെയ്യണമായിരുന്നു. നമുക്കറിയുന്ന ഭാഷയിലും പിന്നെ ഹാൻഡ് സിഗ്നലും വെച്ചിട്ടൊക്കെ നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചു. പക്ഷേ വീട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീടുണ്ടായിരുന്നു, പക്ഷേ അവർക്കൊന്നും നമ്മൾ പറയുന്നൊന്നും മനസ്സിലാവില്ല. അങ്ങനെ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഫൈനലി നമ്മൾ എങ്ങനെയായിരിക്കും വാഷ്റൂം യൂസ് ചെയ്തതെന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ.
അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സിറ്റിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. ഇത്തവണ ഓരോരോ ബോർഡും വായിച്ച് ഗോവയിലത്തെ പുതിയ പുതിയ പ്ലേസൊക്കെ പഠിക്കലായിരുന്നു നമ്മളുടെ ജോലി. എനിക്ക് അത്ര പ്ലേസിൻ്റെ പേരൊന്നും അറിയില്ലായിരുന്നു. അഞ്ജൂണ അറിയായിരുന്നു, പിന്നെ പഞ്ചിമുണ്ടല്ലോ, ക്യാപിറ്റൽ ഓഫ് ഗോവ, അതറിയായിരുന്നു. ബാഗ അറിയായിരുന്നു. കല്ലംകുട്ടി അറിയില്ലായിരുന്നു. ഇത്തവണയാണ് കല്ലംകുട്ടി ഞാൻ പഠിച്ചത്. അങ്ങനെ ഈവൻ ഈ നാരോ റോഡ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിലൊക്കെ കുറേ ബീച്ചസ് ഉണ്ടായിരുന്നു. അവിടെയും സ്പെഷ്യലി ഹണിമൂൺ കപ്പിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊക്കെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയയും ബീച്ചസൊക്കെയാണ്. ഇവിടത്തേക്കൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ നോർത്ത് നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ആക്സസ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് എങ്ങനെയാണ് അവർക്ക് അറിയുന്നതെന്നുള്ള കാര്യം ചിന്തിച്ചുകൊണ്ടായിരുന്നു നമ്മൾ പോയത്. കാരണം നമ്മൾ ഗോവ എന്ന് പറയുമ്പോൾ നേരെ സിറ്റിയിലേക്ക് പോകുന്നു, അതിൻ്റെ അകത്തുള്ള ബീച്ചസൊക്കെ കാണുന്നു, അങ്ങനെയല്ലേ. അങ്ങനെ നമ്മൾ കുറേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ഫ്യൂവൽ സ്റ്റേഷനോ റെസ്റ്റോറൻറ്റ്സോ അങ്ങനെയൊന്നുമില്ല. കാറ് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു. പിന്നെ ചില ഏരിയയിൽ കുറച്ച് ബീച്ചസ് ഉണ്ടായിരുന്നു, അതിന് തൊട്ടായിട്ട് റെസ്റ്റോറൻറ്റ്സും ടീ ഷോപ്സും അങ്ങനെ ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് ഇവിടെ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇടയ്ക്കിടയ്ക്കൊന്ന് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റോഡ് തെറ്റിയോ എന്നൊക്കെ ഒരു ഡൗട്ട് അടിച്ചു. എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മളൊരു ഏരിയയിൽ വന്ന് നിർത്തി എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചു. അങ്ങനെ ഇനി 5.5 മണിക്കൂറത്തെ യാത്രയും കൂടിയുണ്ട് നാട്ടിലേക്ക്. പണ്ടൊക്കെ നമ്മൾ ഗോവയിൽ വരുമ്പം ബാച്ചിലേഴ്സും കപ്പിൾസും മാത്രമായിരുന്നു കോമൺ ആയിട്ട് കാണുന്നത്. ഇപ്പം അങ്ങനെ ഒന്നുമില്ല, അതൊക്കെ മാറി ഫാമിലീസാണ് മുഴുവനും. ഒരുപാട് ഫാമിലീസിനെ നമ്മൾ ഇത്തവണ കണ്ടു. പക്ഷേ കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റ് കുറവായിട്ടാണ് നമുക്ക് തോന്നിയത്. മോസ്റ്റ്ലി ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്ര, ഇതൊക്കെ ബോർഡേഴ്സ് ആണല്ലോ. അപ്പോൾ ഇവരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നോർത്ത് നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളെ ഫേവറേറ്റ് ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ അതൊക്കെയാണ്. പിന്നെ ഇഷ്ടമാതിരി ടെമ്പിൾസ് ഉണ്ട്. നമ്മളെ നാട്ടിൽ തന്നെ ടെമ്പിൾസ് ഉണ്ട്. തമിഴ്നാടുവിൽ പോയാൽ അവിടെ ടെമ്പിൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഫേവറേറ്റ് ഹോട്ട്സ്പോട്ട്സ്. അങ്ങനെ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസും കൂടെ മുന്നോട്ട് വന്നു. അവിടെ ഒരു ചെറിയ പണി കിട്ടി. കാരണം ഗോവ പോലീസിൻ്റെ സ്പീഡ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ ഓവർ സ്പീഡൊന്നും ആയിരുന്നില്ല. ഹൈവേയിൽ കൂടെ പോകുന്ന എല്ലാ വണ്ടികളും അവർ കൈകാട്ടി നിർത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് ഇറങ്ങിപ്പോയി, ക്യാമറയിൽ ചെക്ക് ചെയ്തു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഓവർ സ്പീഡൊന്നും ആയിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് വന്നു. സമാധാനായ താങ്ക് യു. ഓവർ സ്പീഡൊന്നും ആയിരുന്നില്ല, എന്നാലും ഒരു ചെറിയ ഫൈൻ എന്തോ കിട്ടിയെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി. പിന്നെ ഗോവയിൽ നിന്ന് ഇറങ്ങുമ്പം ഒരു ചെക്കിംഗ് ഉണ്ട്. അത് ഗോവ പോലീസിൻ്റെതും അതുപോലെ തന്നെ കർണാടക പോലീസിൻ്റെ ഒരു ചെക്കിംഗ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും അൺവാണ്ടഡ് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളത് ആ കാര്യം സ്ട്രിക്റ്റാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും കൊണ്ടുവരാനൊന്നും പറ്റൂല. സ്പെഷ്യലി കർണാടക പോലീസിൻ്റെ സ്ട്രിക്റ്റ് ചെക്കിംഗ് ആണ്. ഗോവ പോലീസ് അത്ര കുഴപ്പമൊന്നുമില്ല.
അങ്ങനെ കാർവാറൊക്കെ കഴിഞ്ഞിട്ടാകുമ്പം നമ്മളൊരു ചായക്കടയിൽ നിർത്തി ഒരു ചായയൊക്കെ കുടിച്ചു. കാർവാറിൽ ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റി ഓരോരുത്തരെയും റെസ്പോൺസിബിലിറ്റിയാണ്. അത് നമ്മൾ വീഡിയോ ആക്കി ഇടുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും അവിടുന്ന് ഷൂട്ട് ചെയ്തില്ല. അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഗ്രീൻ പീസ്, എനിക്ക് ഗ്രീൻ പീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല സോൾട്ടഡ് ഗ്രീൻ പീസും പിന്നെ പീനട്ട്സ് ഉണ്ടായിരുന്നു, കടല. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങി നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. അപ്പം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കത് ഫ്യൂച്ചറിൽ വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്യുമ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ചാനലിൽ കയറി വീഡിയോസും ഷോർട്സും ഒക്കെ കാണണം. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ വൈകിട്ട് 3 മണിയാകുമ്പോൾ നമ്മൾ മുരുടേശ്വർ എത്തി. അവിടെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്തായിട്ടൊരു വെജും നോൺ വെജും ഹോട്ടൽ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി. ആദ്യം നമ്മൾ പുറത്തായിരുന്നു ഇരുന്നത്. അവിടെ നല്ല വെയിലും ചൂടുമായിരുന്നു. അതുകൊണ്ട് പിന്നെ അകത്തോട്ട് കയറി. നല്ല വൃത്തിയുള്ള ഹോട്ടലായിരുന്നു. കോഫി ഓർഡർ ചെയ്തു. പിന്നെ ഞാനും അക്കും കഴിക്കാനായിട്ട് ചപ്പാത്തിയും കുർമയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി. പിന്നെ ഹോട്ടലിന് അറ്റാച്ച്ഡ് ആയിട്ടൊരു വാഷ്റൂം ഉണ്ടായിരുന്നു. അപ്പം ഞാനും അക്കുവും വാഷ്റൂമൊക്കെ യൂസ് ചെയ്തു. അങ്ങനെ ഒന്ന് ഫ്രഷ് ആയിട്ട് അവിടുന്ന് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ കുന്താപ്പൂറൊക്കെ കഴിഞ്ഞിട്ടാകുമ്പം ഹൈവേ അതോറിറ്റീൻ്റെ ഒരു ടീ സ്റ്റാൾ ഉണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ക്രീം ബൺ കിട്ടും. ക്രീം ബൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടുന്ന് ക്രീം ബൺ വാങ്ങിച്ചു. പിന്നെ കുറേ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. ഈ ഹൈവേ അതോറിറ്റീൻ്റെ ടീ സ്റ്റാൾ നല്ല ക്ലീനാണ്, കുഴപ്പമില്ല, നമുക്ക് വാങ്ങിച്ചിട്ട് കഴിക്കാം. ഇതുവരെയും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും അവിടുന്ന് കോഫിയൊക്കെ കുടിച്ചു, സ്നാക്സൊക്കെ വാങ്ങിച്ചു. അക്കൂന് ചീറ്റോസ് വേണമെന്ന് പറഞ്ഞ് ചിപ്സ് വാങ്ങിച്ചു കൊടുത്തു. ചൂടാ അവിടെ നല്ല മുട്ട പപ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡും മോനും മുട്ട പപ്സൊക്കെ വാങ്ങിച്ച് അയച്ചു. ഞാൻ കഴിച്ചില്ല, കാരണം എനിക്ക് പപ്സ് ഇഷ്ടമാണ്. മുഖത്തൊക്കെ പൊടിയാവും, വായിലും മുഖത്തും എല്ലാം പൊടിയാവും. അതുകൊണ്ട് എനിക്കിഷ്ടമില്ല. വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല. കാറിൽ ഞാൻ അവിടെ മൊത്തം ഡേർട്ടി ആക്കിയിടും. ഞാൻ പിന്നെ പുറത്തിറങ്ങിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഞാൻ ക്രീം ബൺ മാത്രം കഴിച്ചു. എന്നിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ കൂടിയുണ്ട് പോകാൻ വേണ്ടി. അപ്രോക്സിമേറ്റ്ലി 7 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിലെത്തും. അങ്ങനെ അവിടുന്ന് നമ്മൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്തു.
അങ്ങനെ 7 മണിയാകുമ്പോൾ ഞങ്ങൾ മാംഗ്ലൂരിൽ തിരിച്ചെത്തി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വെക്കേഷൻ്റെ എല്ലാ ഷോർട്സും വീഡിയോസും എൻ്റെ ചാനലിൻ്റെ ട്രാവൽ വ്ളോഗ് പ്ലേലിസ്റ്റിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോസ് കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ.